ഹലോ, നമസ്കാരം. കഴിഞ്ഞ കൊല്ലം 2023-24 വർഷം നടത്തിയിട്ടുള്ള അരക്കൊല്ല പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസിക് ഫിസിക്സ് അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 2023-24 കേട്ടോ, കഴിഞ്ഞ കൊല്ലത്തെ. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതെന്ന് കണ്ടെത്തി എഴുതുക. 1 മാർക്കിൻ്റെ ചോദ്യം. അതിലെന്തൊക്കെയാണ് തന്നെ? കാന്തിക ബലം, ഘർഷണ ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിത വൈദ്യുത ബലം. അങ്ങനെ 1, 2, 3, 4 തരം ബലങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോടുള്ള ചോദ്യം സമ്പർക്ക ബലം ഏതെന്ന് കണ്ടെത്താനാണ്. സമ്പർക്ക ബലം എന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ടുള്ള ബലമല്ലേ? 2 വസ്തുക്കൾ തമ്മിൽ ടച്ച് ചെയ്ത് തൊട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബലമല്ലേ? അങ്ങനെയാണെങ്കിൽ കാന്തിക ബലം നോക്കുകയാണെങ്കിൽ കാന്തിക ബലത്തിൽ വസ്തുക്കൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ തന്നെ കാന്തിക ബലം അനുഭവപ്പെടും, അല്ലാണ്ട് അവർ തൊടണമെന്നില്ലല്ലോ. ഒരു കാന്തവും വേറൊരു കാന്തവും ഇങ്ങനെ അരിയത്തരിയത്ത് കൊണ്ടാച്ചാൽ പോരെ? അല്ലെങ്കിൽ ഒരു കാന്തവും വേറെ എന്തെങ്കിലും ഒരു ഇരുമ്പോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തു ആ കാന്തത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ പോരെ? അപ്പോൾ കാന്തിക ബലം സമ്പർക്ക ബലമല്ല. ഘർഷണ ബലം എപ്പോൾ ഉണ്ടാവുക? ഒരു മേശമ്മ കൂടെ കൈ ഇങ്ങനെ വെച്ചൊന്ന് വലിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ അനുഭവപ്പെടുന്ന ഒരു സംഗതിയില്ലേ? കൈ ഇപ്പോൾ ഒരു മേശമ്മൽ വെച്ച് ഇങ്ങനെ നിരക്കുകയാണെങ്കിൽ, മുന്നോട്ട് നിരക്കുകയാണെങ്കിൽ മേശ അതിൻ്റെ നമ്മൾ കൈ നീക്കുന്നതിനെ തടയുന്നത് പോലെ ഉണ്ടാവും. അത്തരത്തിലുള്ള ബലങ്ങളല്ലേ ഘർഷണ ബലം. ഇപ്പോൾ ഘർഷണ ബലം ഉണ്ടാവണമെങ്കിൽ വസ്തുക്കൾ തമ്മിൽ ടച്ച് ചെയ്യണ്ടേ, തൊടണ്ടേ? അപ്പോൾ നമുക്കെന്ത് പറയാം? ഇവിടുത്തെ ഉത്തരമായിട്ട് ഘർഷണ ബലം വരും. ഇനി അടുത്ത ഗുരുത്വാകർഷണ ബലം നോക്കുകയാണെങ്കിൽ, ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ മാവുമെന്ന് മാങ്ങ വീഴുന്നത്, തെങ്ങുമെന്ന് തേങ്ങ വീഴുന്നത്, അതൊക്കെ ഗുരുത്വാകർഷണ ബലത്തിൽ. അതുകൊണ്ടല്ലേ ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നത് കൊണ്ടല്ലേ മാങ്ങ താഴേക്ക് വീഴുന്നേ, ചക്ക താഴേക്ക് വീഴുന്നേ, തേങ്ങ താഴേക്ക് വീഴുന്നേ. ഗുരുത്വാകർഷണ ബലം എന്താണ്? സമ്പർക്ക ബലമല്ല. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യവും 1 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ചോദ്യം. 1-ാം പദജോടി ബന്ധം കണ്ടെത്തി 2-ാം പദജോടി പൂർത്തിയാക്കുക. ആയിക്കോട്ടെ. ഒന്നാമതായിട്ട് തന്നിട്ടുള്ളത് ത്വരണം m/s² എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് സാന്ദ്രത എന്തെന്നാണ് വിട്ടുപോയതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ m/s² ത്വരണവും തമ്മിലുള്ള ബന്ധം എന്നാണ് ആദ്യം മനസ്സിലാവണം. ത്വരണത്തിൻ്റെ യൂണിറ്റ് അല്ലേ m/s²? ത്വരണത്തിൻ്റെ യൂണിറ്റാണ് m/s². അപ്പം നമ്മളോട് ശരിക്കുള്ള ചോദ്യം സാന്ദ്രതേൻ്റെ യൂണിറ്റ് എന്താ എന്നുള്ളതാണ്. സാന്ദ്രതേൻ്റെ യൂണിറ്റ് എന്താണെന്നറിയോ? സാന്ദ്രതേൻ്റെ യൂണിറ്റ് kg/m³ ആണ്. kg/m³ ആണ് സാന്ദ്രതയുടെ യൂണിറ്റ്. ശരി, മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ 24 സെൻറ്റിമീറ്റർ വക്രത ആരമുള്ള ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോക്കസ് ദൂരം കണ്ടുപിടിക്കണം. അതിന് കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ എന്നൊക്കെ. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. നോക്കാം. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ദർപ്പണത്തിൻ്റെ ഷേപ്പല്ലേ? ഐസ്ക്രീം ബോൾ എടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള മുടി കഴിച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു വട്ടത്തിലുള്ള ഭാഗം വരുന്നില്ലേ, അത്രയും ഭാഗം പോലെ ഉണ്ടാവും ഏകദേശം. എന്ന് വെച്ചാൽ കാണാൻ ഏകദേശം അതുപോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പൂ പോലത്തെ ഷേപ്പല്ല, വട്ടത്തിൽ ഒരു ബോള്, കണ്ണാടി കൊണ്ടുണ്ടാക്കിയ ഒരു ബോള് വിചാരിക്കുക. അതിനൊരു കഷ്ണം മാത്രം മുറിച്ചെടുക്കുക. കിട്ടുന്ന ചെറിയ കഷ്ണമില്ലേ, അതിനെ നമ്മൾ ഗോളീയ ദർപ്പണം എന്ന് വിളിക്കുന്നത്. ചോദ്യത്തിൽ 24 സെൻറ്റിമീറ്ററാണ് ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം എന്ന് തന്നിട്ടുണ്ട്. ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗോളീയ ദർപ്പണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ അക്ഷം എന്നല്ലേ വിളിക്കുക? അക്ഷം. ഇത് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നുള്ളത് എന്തെങ്കിലും ആവട്ടെ. തൽക്കാലം നമുക്ക് എന്തെടുക്കാം? ഒരു കോൺകേവ് ആണെന്ന് വിചാരിച്ചോ. ഏതാ നമുക്ക് അറിഞ്ഞൂടാ, ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും കോൺകേവ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വരുന്നത് ഒരു വൃത്തത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇത് വൃത്തമായിട്ടില്ല, വൃത്തമാണെന്ന് വിചാരിക്കും. വൃത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മുടെ ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം. ഇതാണ് നമ്മുടെ കണ്ണാടി, ഗോളീയ ദർപ്പണം. ഈ വൃത്തത്തിൻ്റെ സെൻറ്റർ, നടുഭാഗം, മധ്യഭാഗം അല്ലെങ്കിൽ കേന്ദ്രം ഇവിടെയല്ലേ വരിക? അത് അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? ഇത് തന്നെയാണ് ഈ ഗോളീയ ദർപ്പണത്തിൻ്റെ കേന്ദ്രം. ആ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ആരം എന്ന് വിളിക്കുക. ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം ഈ ഒരു ഭാഗം, ഇത്രയും ദൂരം.
അതെത്രയാ? 24. അത് 24 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൃത്യം മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് വരിക. റെഡി? നടുവിൽ, കൃത്യം നടുവിൽ, സെൻറ്ററിൽ, കേന്ദ്രത്തിൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് വേണ്ട, മധ്യത്തിൽ നിന്ന് പറയാം. മധ്യഭാഗത്തായിട്ട് ഈ ഒരു വരേൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഫോക്കസ് വരിക. ഇത് മുഴുവനായിട്ട് ഇത്രയും ഭാഗം വരുന്നത് 24 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം, അതിൻ്റെ പകുതി ദൂരം വരിക 24 ഹരിക്കണം 2 സമം 12 അല്ലേ? അപ്പോൾ 12 സെൻറ്റിമീറ്റർ ആയിരിക്കും, 12 സെൻറ്റിമീറ്റർ ആയിരിക്കും ഫോക്കസ് ദൂരം. റെഡി? അടുത്ത ചോദ്യം നോക്കാം. 3 കാന്തങ്ങൾ ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഓക്കെ. ഓരോ കാന്തത്തിൻ്റെയും ധ്രുവങ്ങളിൽ ഇരുമ്പാണി ആകർഷിക്കപ്പെട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിൽ ശരിയായ ചിത്രമേത്? 3 തന്നിട്ടുണ്ട്. അതിൽ ശരിയായതാണ് വേണ്ടത്. 3 ശരിയല്ല, 1 മാത്രമേ ശരിയുള്ളൂ. നമ്മൾ ആദ്യം സി എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ എ തന്നെ നോക്കാം. എയിൽ ഇടത്തുനിന്ന് വലത്തോട്ടാണ് നോക്കാം അല്ലേ? എ, ഇതാണ് എ ചിത്രം. ഇവിടെ നോക്കുകയാണെങ്കിൽ, ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ മേലെ ഭാഗം സൗത്താണ്, താഴെ ഭാഗം നോർത്താണ്. കാന്തത്തിൻ്റെ മേലെ സൗത്തും താഴെ നോർത്തുമാണുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. നോർത്ത് എന്ന് പറഞ്ഞാൽ ഉത്തര ധ്രുവവും സൗത്ത് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ധ്രുവവും. മേലെയുള്ളത് ദക്ഷിണ ധ്രുവം. ഇനി ഈ ഒരു കാന്തത്തിലേക്ക് 2 ആണികൾ വെച്ചിട്ടുണ്ട്. ഒരു കാന്തം ഇങ്ങനെ എടുത്ത് അതിൻ്റെ മേലെ ഭാഗം സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവം, താഴെ ഭാഗം നോർത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവം. ഇനി ഒരാണി മാത്രം എടുത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, വേറൊരു കളർ എടുക്കാം. ഒരാണി മാത്രം ഇങ്ങനെ തൂക്കിയിടുകയാണ് എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. ഓക്കെ, ശരിയാണ്, ഇവിടെ പറ്റിപ്പിടിച്ച് കിടക്കും. ഇവിടെ നോർത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവല്ലേ കാന്തത്തിൻ്റെ ഈ ഒരു ഭാഗം. നോർത്തും തമ്മിൽ, അല്ലെങ്കിൽ ഉത്തര ധ്രുവവും തമ്മിൽ അടുക്കൂല, അകലെയല്ലേ ഉള്ളൂ, അവ വികർഷിക്കുകയുള്ളൂ. ഇവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഭാഗം നോർത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവമാണെങ്കിൽ, ഈ ഭാഗം ഉത്തര ധ്രുവമാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവുക സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവമായിരിക്കും. സൗത്ത് ആയിരിക്കും താഴെ ഉണ്ടാവുക. അപ്പോൾ ആണിയുടെ മേലെ ഭാഗം, കാന്തമായിട്ട് തൊട്ട് നിൽക്കുന്ന ഭാഗം സൗത്ത് ആയിരിക്കും. ഒരു ഭാഗം സൗത്ത് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മറ്റേ അഗ്രം നോർത്ത് ആയിരിക്കൂലേ, ഉത്തര ധ്രുവമായിരിക്കും. ശരി, ഒരു ആണീനെയും കൂടെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഒരു ആണീനെയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ആണി എങ്ങനെയാണോ വർക്ക് ചെയ്തത്, പ്രവർത്തിച്ചത്, അതുപോലെ തന്നെ ഇവിടെയും വരും. ഈ ഭാഗം നേരത്തെ ആണീനെ ഇപ്പം മൈൻഡ് ചെയ്യല്ലേ. ഈ ഭാഗം കാന്തത്തിൻ്റെ ഈ ഭാഗം നോർത്ത് ഉത്തര ധ്രുവമായതുകൊണ്ട് ആണിയുടെ, രണ്ടാമത് വെച്ച ആണിയുടെ മേലെ ഭാഗം, കാന്തവുമായിട്ട് തൊട്ട് നിൽക്കുന്ന ഭാഗം ഉറപ്പായിട്ടും സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവമേ വരുള്ളൂ. മേലെ ദക്ഷിണ ധ്രുവം വന്നു കഴിഞ്ഞാൽ താഴെയുള്ള ഭാഗം എന്തായി? ഉത്തര ധ്രുവമായി. ഇനി നോക്ക്, 2 ആണികളില്ലേ, നേരത്തെ വെച്ച് കഴിഞ്ഞ 2 ആണികൾ, അതിൻ്റെ രണ്ടിൻ്റെയും താഴെ ഭാഗം, രണ്ടിൻ്റെയും രണ്ടാമത്തെ അഗ്രം, താഴെയുള്ള അഗ്രം നിൽക്കുന്നത് എങ്ങനെയാണ്? നോർത്തുമായിട്ടല്ലേ, നോർത്തുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നോർത്തും ഇങ്ങനെ അടുത്ത് നേരെ നിൽക്കൂല. നോർത്തും ഒരേ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കുകയോ ഇല്ല, വികർഷിക്കുകയല്ലേ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം പോലെ നിൽക്കുമോ? ഇല്ല, നിൽക്കൂല. കാരണം ഇവിടെ ഉള്ളതും നോർത്താണ്, ഇവിടെ ഉള്ളതും നോർത്താണ്, ഇവിടെ ഉള്ളതും നോർത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവർ നേരെ നിൽക്കൂല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വികർഷിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തള്ളുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഉത്തരം തെറ്റാണ്, ഇതല്ല നമ്മുടെ ഉത്തരം. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇവിടെയും നോർത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവം വന്നു കഴിഞ്ഞാൽ ഇവരാകർഷിക്കൂലോ. അപ്പോൾ ഇതും തെറ്റാണ്. മൂന്നാമത്തെ ചിത്രം സി നോക്കുകയാണെങ്കിൽ ഇതും നോർത്ത്, രണ്ടും ഉത്തര ധ്രുവ, അവർ വികർഷിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. സി. ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ, പ്രയാസമുള്ളത് പോലെ ഉണ്ടാവും. സിമ്പിളാണ്.
അഞ്ചാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഘർഷണം അല്ലാത്തതും ഗുണകരമായതുമായ ചില സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. ഇവ അനുയോജ്യമായി പട്ടികപ്പെടുത്തുക. ഘർഷണബലം ഗുണകരമായ ചില സന്ദർഭങ്ങളുണ്ട്, അല്ലാത്തതുമായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അത് ഇവിടെ തന്നതിൽ ABCD എന്ന് പറഞ്ഞ് കുറച്ച് 4 സന്ദർഭം തന്നിട്ടില്ലേ, അതിൽ ഗുണകരമായവ ഏതൊക്കെയാണെന്ന് ഇവിടെ എടുത്ത് എഴുതാം. ഗുണകരം അല്ലാത്തവ എന്ന് വെച്ചാൽ ദോഷമായിട്ട് വരുന്നത്, അത് രണ്ടാമത്തെ കള്ളിയിലും എഴുതാം. അപ്പോൾ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഒരു സ്കെയിലും പെൻസിലും റബ്ബറും കട്ടറും പെന്നും ഒക്കെ ഉണ്ടാവും, സ്വന്തമായിട്ടുണ്ടാവും. അടുത്ത ആളെടുത്ത് നമ്മൾ വാങ്ങൂല. ഇനി നോക്കാം. 1 2 3 4 ABCD എന്നും പറഞ്ഞിട്ട് 4 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സന്ദർഭം, ഒരു നോട്ട് ബുക്കിൽ പേന കൊണ്ട് എഴുതുന്നത്. പേന കൊണ്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഘർഷണബലം അനുഭവപ്പെടും. ഒരു പേന എടുത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ ഒരു വര ഇട്ട് നോക്ക്. ഒരു വര ഇങ്ങനെ ഇടുമ്പോൾ ആ പേനേൻ്റെ ചലനത്തിനെ എതിർക്കുന്നത് പോലെ ഉണ്ടാവും. മെല്ലെ ഒന്ന് വരഞ്ഞു നോക്കിയാൽ മതി. പക്ഷേ അങ്ങനെ ആ ഘർഷണബലം അവിടെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് പേപ്പറിൽ എഴുതാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒന്നാമത്തെ ഈ ഒരു പോയിന്റ്, ഒന്നാമത്തെ സന്ദർഭം ഗുണകരമായതാണ്. അതിവിടെ എഴുതാം, A എന്ന് എഴുതി വെക്കട്ടെ. ഗുണകരമായതായതുകൊണ്ട് ഒന്നാമത്തെ കള്ളിയിൽ എഴുതി. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പോയിന്റ്, യന്ത്രങ്ങളുടെ തേയ്മാനം. നോക്ക്, ഈ വാക്ക് കണ്ടാൽ തന്നെ അറിയാലോ, തേയ്മാനം ഒരിക്കലും ഗുണകരമായി വരില്ല. യന്ത്രങ്ങളുടെ പൽചക്രങ്ങളൊക്കെ പോലെയുള്ള ഭാഗങ്ങളില്ലേ, അത് അങ്ങ് തേഞ്ഞു പോവാം. തേഞ്ഞ് കൃത്യമായി പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് മാറിപ്പോകും പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് യന്ത്രങ്ങളുടെ തേയ്മാനം ഘർഷണത്തിൻ്റെ ഗുണകരമായ കാര്യത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂല. രണ്ടാമത്തെ കള്ളിയിൽ ഘർഷണം ഗുണകരമല്ല എന്നുള്ള കള്ളിയിൽ ഈ ഒരു കോളത്തിലാണ് നമ്മൾ B പോയിന്റ് എഴുതുക. മൂന്നാമത്തെ പോയിന്റ് C നോക്കുകയാണെങ്കിൽ വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നത്. നമ്മൾ എന്ത് സാധനത്തിനെയും കയ്യിൽ പിടിക്കുമ്പോൾ ആ വസ്തുവും നമ്മുടെ കൈയുമായിട്ട് ഒരു ഘർഷണബലം അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഘർഷണബലം ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഘർഷണബലം കുറഞ്ഞു പോവുകയാണെങ്കിൽ ആ സാധനം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഏറ്റവും സുന്ദരമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷണം ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു വസ്തുവിനെടുത്ത് കൈ പിടിക്കാം. പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഇനി അതേ വസ്തുവിൻ്റെ പുറത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ അങ്ങാനും കുറച്ച് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പിടിച്ച പോലെ പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഘർഷണബലം കുറഞ്ഞതുകൊണ്ട് ആ വസ്തു നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പിടുത്തം കിട്ടാത്തത് പോലെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സന്ദർഭം വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നത് ഉറപ്പായിട്ടും അത് ഗുണകരമായൊരു കാര്യമല്ലേ, ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് C എന്ന പോയിന്റ് ഒന്നാമത്തെ കള്ളിയിൽ എഴുതാം. നാലാമത്തെ പോയിന്റ് നോക്ക്, ഇന്ധന നഷ്ടം എപ്പോഴെങ്കിലും ഗുണകരമാവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇന്ധന നഷ്ടം D പോയിന്റ് വരിക രണ്ടാമത്തെ കള്ളിയിലാണ്, ഘർഷണം ഗുണകരമല്ലാത്തതിൻ്റെ കള്ളിയിൽ. പരീക്ഷയ്ക്ക് വരുമ്പോൾ ABCD ഇങ്ങനെ മാത്രം എഴുതി കൊടുക്കല്ലേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ വരി അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം കേട്ടോ. ഇവിടെ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ എഴുതി വെച്ചതാണ്. സത്യത്തിൽ ഈ യന്ത്രങ്ങളുടെ തേയ്മാനവും ഇന്ധന നഷ്ടവും ഇവർ രണ്ടാളും ഒരു തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പോയിൻ്റാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. യന്ത്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ ഇന്ധനങ്ങൾ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം ലായനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് പാത്രങ്ങളുണ്ട്, അതിൽ വെള്ളമുണ്ട്. ഇതിൽ ഏത് പാത്രത്തിലായിരിക്കും കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഒരു വസ്തു എടുക്കുക, അതിന് ഒന്നാമത്തെ ബീക്കറിനകത്ത് വെക്കുക ഒരു വസ്തുവിന്. അതേ വലിപ്പമുള്ള മറ്റൊരു വസ്തുവിനെടുത്ത് രണ്ടാമത്തെ ബീക്കറിനകത്തും ഇട്ട് കൊടുത്താൽ, രണ്ടും ഒരേപോലെയുള്ള വസ്തുക്കളാണെങ്കിൽ കൂടുതൽ മർദ്ദം അനുഭവപ്പെടുക ഒന്നാമത്തെ എയിലാണ്. ബീനെ സംബന്ധിച്ച് ഇവിടെ കുറച്ച് മർദ്ദം അനുഭവപ്പെടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ചിത്രത്തിലെ ഈ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ ഇവിടെ ആഴം കൂടിയതായിട്ടില്ലേ, അതുകൊണ്ടാണ് കൂടുതൽ മർദ്ദം അനുഭവപ്പെടുന്നതായിട്ട് വരുന്നത്. ഇതിവിടെ വരേണ്ട ഒരു പോയിന്റ് അല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചോദ്യം കേട്ടോ, ഇതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം നമ്മുടെ ദർപ്പണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്.
ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി രശ്മികൾ പതിച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഓക്കെ. എ ക്വസ്റ്റ്യൻ. ചിത്രം പകർത്തി വരച്ച് പതനരശ്മികളുടെ സഹായത്തോടെ മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്തുക. 1 മാർക്കിൻ്റെ ചോദ്യം. ബി ക്വസ്റ്റ്യൻ. ഈ ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണോ മിഥ്യയാണോ? ഉത്തരം സാധൂകരിക്കുക. യഥാർത്ഥമാണോ മിഥ്യയാണോ എന്ന് എഴുതിയാൽ 1/2 മാർക്ക്. അത് സാധൂകരിച്ചാൽ, അത് വിശദീകരിച്ചാൽ 1/2 മാർക്ക്. വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ സാധൂകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ചോദ്യമല്ലേ. അപ്പോൾ ഒരുപാട് അങ്ങ് വിശദീകരിക്കുന്നു വേണ്ട. 1 മാർക്കിനുള്ള ചോദ്യത്തിന് കണക്കായ ഉത്തരവേ വേണ്ടൂ. അല്ലെങ്കിൽ നമ്മളെ വലിയ ചോദ്യം ചെയ്യാനുള്ള സമയം വേസ്റ്റായി പോവും. തന്നിരിക്കുന്ന കാര്യം നോക്കാം. ഒരു കോൺകേവ് ദർപ്പണം തന്നിട്ടില്ല. ഇതെങ്ങനെയാണ് കോൺകേവ് ആണെന്ന് മനസ്സിലായത്? ഇതിങ്ങനെ കുഴിഞ്ഞിരിക്കുകയല്ലേ, കുഴിഞ്ഞിരിക്കുക. എന്നിട്ട് ആ പുറത്തുള്ള ഭാഗം ഷെയ്ഡ് ചെയ്ത്, അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും കണ്ണാടി പോലെ വർക്ക് ചെയ്യുക. അപ്പുറത്ത് നോക്കിയാൽ ഒന്നും കാണൂല, ഇപ്പുറത്ത് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ ഇതൊരു കോൺകേവ് ദർപ്പണമാണ്. ശരി. ഈ കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ അക്ഷം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മുഖ്യ അക്ഷം. സിയും പിയും ഒക്കെ കാണുന്നില്ലേ? സി എന്ന് പറഞ്ഞാൽ സെൻറ്റർ അല്ലെങ്കിൽ മധ്യം, കേന്ദ്രം. സി എന്ന് പറഞ്ഞാൽ കേന്ദ്രം. പി എന്ന് പറഞ്ഞാൽ പോളാണ്, അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിലൂടെയും ദർപ്പണത്തിൻ്റെ ഒരു ബിന്ദുവിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രേഖ. ഈ രേഖേനെയാണ് നമ്മൾ അക്ഷം എന്ന് വിളിക്കുന്നത്. ഇനി ഈ അക്ഷത്തിന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി 2 പ്രകാശരശ്മികൾ പോകുന്നതായിട്ട് കാണാം. ഇത് പ്രകാശരശ്മിയാണ്. ഇതിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ഈ ഏറോ മാർക്ക് പോലെയുള്ള ഈ ഒരു ഭാഗം നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഈ ഏറോ മാർക്ക് നോക്കിയാൽ ഈ പ്രകാശരശ്മി ഇത് ഇങ്ങോട്ട് പോകുന്ന പോലെയുള്ള, രണ്ടാമത്തെ പ്രകാശരശ്മിയും ഇങ്ങോട്ട് പോകുന്ന പോലെ തന്നെയുള്ള. ഇവ രണ്ട് പേരുടെയും പ്രത്യേകത ഇവിടെ നിന്നുള്ള ഇത്രയും ദൂരം തന്നെയായിരിക്കും ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ നിന്നുള്ള ഇത്രയും ദൂരം തന്നെയാണ് ഇവിടെ നിന്നുള്ള ദൂരം. എന്ന് വെച്ചാൽ ഇവർ അക്ഷത്തിന് സമാന്തരമായാണുള്ളത്. അക്ഷത്തിന് 2 രശ്മികളും അക്ഷത്തിന് സമാന്തരമായാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം വരച്ചെടുക്കുമ്പോൾ, അടുത്ത പേജിൽ വരയ്ക്കാം. ഈ ചിത്രം വരച്ചെടുക്കുമ്പോൾ 2 രശ്മികൾ സമാന്തരമായിട്ട് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വന്നു കഴിഞ്ഞാൽ ഗോളീയ ദർപ്പണമാണെങ്കിൽ, കോൺകേവ് ദർപ്പണമാണെങ്കിൽ അത് ഫോക്കസിലൂടെ കടന്നു പോവുകയല്ലേ ചെയ്യാം. ഇങ്ങനെ കടന്നു പോകും. ഏറോ മാർക്ക് ഇതിങ്ങനെ ഇങ്ങനെ വരും അല്ലേ. അങ്ങനെ 2 രശ്മികളും ഈ ദർപ്പണത്തിൽ തട്ടി പ്രതിപതിച്ച് പോകും. പ്രതിപതിച്ച് പോകുന്നത് ഏകദേശം ഇതുപോലെ വരും. ഈ പ്രതിപതിച്ച് പോയ രശ്മികൾ, പ്രതിപതന രശ്മികൾ ഈ ഒരു ഭാഗത്തായിട്ട് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തിനെ നമ്മൾ എഫ് എന്ന് വിളിക്കും. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ്. മുഖ്യ അക്ഷത്തിൻ്റെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നത് പോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് വിളിക്കുക. ഫോക്കസ്. ചിത്രം പകർത്തി വരച്ച് രശ്മികളുടെ സഹായത്തോടെ മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മുഖ്യ ഫോക്കസ് അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രേഖ, ഈ വരച്ചിരിക്കുന്ന രേഖ, ഈ ചുവപ്പ് കൊണ്ട് വരച്ച ഈ രേഖ ഉണ്ടല്ലോ, അതൊരു 6 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത് എങ്കിൽ അടയാളപ്പെടുത്തുന്ന എഫ് ഉണ്ടല്ലോ, ഇവിടെ നിന്നും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ ഒരു ഭാഗത്ത് നടന്നു നോക്കിയാലും 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതായത് ഈ നടുവിലുള്ള ഈ ഒരു രേഖയുടെ സി മുതൽ പി വരെയുള്ള ദൂരത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തായിട്ട് വേണം നിങ്ങൾ എഫ് അടയാളപ്പെടുത്താൻ. അപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം എഫ് അടയാളപ്പെടുത്തിയിട്ട്, അതായത് സിക്കും പിക്കും ഇടയിൽ നടുവിലായിട്ട് കൃത്യം മധ്യഭാഗത്തായിട്ട് വരുന്ന ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിലൂടെ വേണം നമ്മുടെ പ്രതിപതന രശ്മി ഇങ്ങനെ കടന്നു പോകാൻ. റെഡി? രണ്ടാമത്തെ ചോദ്യം, ഈ ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണോ മിഥ്യയാണോ? യഥാർത്ഥ ഫോക്കസ്, മിഥ്യ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഗതി എന്ന് ഓർമ്മയുണ്ടോ? യഥാർത്ഥ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രതലത്തിലേക്ക് ഈ വസ്തുവിൻ്റെ പ്രതിബിംബമൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. മിഥ്യ ഫോക്കസ് ആണെങ്കിൽ അങ്ങനെ പറ്റൂല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ ഒരുപാട് സംഗതി അധികമായി. ഇവിടെ ഒന്നും കൂടെ വരയ്ക്കാം. ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് എന്ന് വെച്ചോ. ഇവിടെയാണ് നമ്മുടെ ഫോക്കസ്, എഫ്. ഓക്കെ. കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ്, മുഖ്യ ഫോക്കസ്, കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും യഥാർത്ഥമായിരിക്കും. മിഥ്യ ഫോക്കസ് വരുന്നത് ആരതാ? മിഥ്യ ഫോക്കസ് വരുന്നത്
കോൺവെക്സ് ദർപ്പണത്തിൻ്റെതാണ്. റെഡി? ഇനിയും ഒരു 6 ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ചെയ്തതെല്ലാം ചെറിയ ചോദ്യങ്ങളാണ്, ഒന്ന് വിശദീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ചെറിയ ചോദ്യങ്ങളാണ്, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടിപ്പോകുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ചോദ്യത്തിൻ്റെ എണ്ണം കൂടുതലാണ് കേട്ടോ. ഇവിടെ 3 ക്വസ്റ്റ്യൻ വന്ന്, ഇവിടെ 2 ക്വസ്റ്റ്യൻ വന്ന്, അതിൽ തന്നെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, ഇവിടെ 5 മാർക്കിൻ്റെ ചോദ്യം. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്കി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു പരീക്ഷ എഴുതുന്ന പോലെ വീട്ടിലിരുന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പരീക്ഷയുടെ മുന്നേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.